ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വേരിയസ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ ആണ്. ഡിസ്പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ വാല്യൂവിന് ചുറ്റും ഡേറ്റ എന്തോരം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു അതിൻ്റെ മെഷറിനെയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മൾ മെഷർ ഓഫ് ഡിസ്പേഴ്സൺ രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യും. അബ്സല്യൂട്ട് മെഷറും റിലേറ്റീവ് മെഷറും. അബ്സല്യൂട്ട് മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റയുടെ യൂണിറ്റിൽ തന്നെ ഡിസ്പേഴ്സനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് നമ്മൾ അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത്. അതായത് ഡേറ്റ നമുക്ക് വെയിറ്റിൻ്റെ ഡേറ്റ കിലോഗ്രാമിലാണ് തരുന്നതെങ്കിൽ ആ കിലോഗ്രാമിൽ തന്നെ നമ്മൾ ഡിസ്പേഴ്സൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഡേറ്റ തന്നേക്കുന്നതിൻ്റെ യൂണിറ്റിൽ തന്നെ ഡിസ്പേഴ്സൻ്റെ വാല്യൂവും കണ്ടുപിടിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് മെഷർ എന്ന് പറയുന്നത്. ഇനി റേഷ്യോയിലോ പെർസെൻറ്റേജിലോ ഒക്കെ നമ്മൾ ഡിസ്പേഴ്സനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ റിലേറ്റീവ് മെഷർ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് 4 അബ്സല്യൂട്ട് മെഷറുകളും 4 റിലേറ്റീവ് മെഷറുകളും പഠിക്കാനായിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന മെഷർ ഓഫ് ഡിസ്പേഴ്സൺ ആണ് റേഞ്ച്. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെഷർ ഓഫ് ഡിസ്പേഴ്സൺ. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ ഏത് 2 വാല്യൂസിൻ്റെ അല്ലെങ്കിൽ ഏത് റേഞ്ചിൽ കിടക്കുന്നു അതിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി റേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലയാണ് L മൈനസ് എസ്. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിട്ടുള്ള ഡേറ്റയിലെ ലാർജസ്റ്റ് വാല്യൂ, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിട്ടുള്ള ഡേറ്റയിലെ സ്മോളസ്റ്റ് വാല്യൂ. ഇനി റേഞ്ച് എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് മെഷറാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റിലേറ്റീവ് മെഷറിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് കണ്ടുപിടിക്കുന്നത് L മൈനസ് എസ് ഡിവൈഡഡ് ബൈ L പ്ലസ് എസ്. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കേസിലും എങ്ങനെയാണ് നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഇത് നോക്കുക, കേസ് 1 ആണ്. ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസ്, അതായത് ഫ്രീക്വൻസി ഒന്നുമില്ല, ഡേറ്റ ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നു. റേഞ്ചിന്റെ ഫോർമുല എന്തായിരുന്നു? റേഞ്ച് ഈസ് ഈക്വൽ ടു L മൈനസ് എസ്. ഇതിൻ്റെ അകത്ത് L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജസ്റ്റ് വാല്യൂ, എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് വാല്യൂ. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഡേറ്റയിലെ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ സ്മോളസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ലാർജസ്റ്റ് വാല്യൂ ഇവിടെ 60 ആണ്, സ്മോളസ്റ്റ് വാല്യൂ 10 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 60 മൈനസ് 10 ഈസ് ഈക്വൽ ടു 50 എന്ന് കിട്ടും. അപ്പോൾ ഈ തന്നിട്ടുള്ള ഡേറ്റയുടെ റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. ഇനി ഇതിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് കൂടെ കണ്ടുപിടിക്കാം. ഫോർമുല എന്തായിരുന്നു? L മൈനസ് എസ് ഡിവൈഡഡ് ബൈ L പ്ലസ് എസ്. എല്ലിനും എസിനും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 60 മൈനസ് 10 ഡിവൈഡഡ് ബൈ 60 പ്ലസ് 10, 50 ഡിവൈഡഡ് ബൈ 70 എന്ന് കിട്ടും. 0.71 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇതാണ് അബ്സല്യൂട്ട് മെഷർ, ഇതാണ് റിലേറ്റീവ് മെഷർ. അടുത്തതായിട്ട് ഡിസ്ക്രീറ്റ് സീരീസ്. എക്സും തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ഈ കേസിൽ നമ്മൾ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ നേരത്തെ ഫോർമുല ഉപയോഗിച്ച് തന്നെയാണ്. റേഞ്ചിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് L മൈനസ് എസ്. അപ്പോൾ തന്നിട്ടുള്ള ഡേറ്റയിലെ ഫ്രീക്വൻസി നമ്മൾ കൺസിഡർ ചെയ്യുകയേ വേണ്ട. എക്സിൻ്റെ വാല്യൂസിൽ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂയും സ്മോളസ്റ്റ് വാല്യൂയും കണ്ടുപിടിക്കുക. ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 12 ആണ്, സ്മോളസ്റ്റ് വാല്യൂ 2 ആണ്. അപ്പോൾ L മൈനസ് എസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 12 മൈനസ് 2 10 എന്ന് കിട്ടും. 10 ആണ് നമ്മുടെ അബ്സല്യൂട്ട് മെഷർ. ഇനി റിലേറ്റീവ് മെഷർ, അതായത് കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് എത്രയായിരിക്കും? L മൈനസ് എസ് ഡിവൈഡഡ് ബൈ L പ്ലസ് എസ്. എല്ലിൻ്റെ വാല്യൂ 12 മൈനസ് 2 ഡിവൈഡഡ് ബൈ 12 പ്ലസ് 2, അതായത് 10 ഡിവൈഡഡ് ബൈ 14. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.71 എന്നാണ്. ഈ രീതിയിലായിരിക്കും നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തായിട്ട് കേസ് 3 കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് റേഞ്ച് എന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ എല്ലും എസും കണ്ടുപിടിക്കുന്നത്. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ് തീരുന്ന ലിമിറ്റ് ഏതാണോ അതാണ് L ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് 40 to 50 ആണ്. തീരുന്ന എവിടെയാണ്? 50ലാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് എടുക്കുക L ആയിട്ട്. അപ്പോൾ 50. ഇനി S എന്ന് പറയുന്നത് നമ്മുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്ന വാല്യൂ ആണ്. അതായത് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് എത്രയാണ്? 0. ഇനി റേഞ്ചിൻ്റെ ഫോർമുലയ്ക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റേഞ്ച് ഈസ് ഈക്വൽ ടു L മൈനസ് എസ് ഈസ് ഈക്വൽ ടു 50 മൈനസ് 0, 50 എന്ന് കിട്ടും. അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് എത്രയായിരിക്കും വരുന്നത്?
എൽ മൈനസ് എസ് ഡിവൈഡഡ് ബൈ എൽ പ്ലസ് എസ്. അതായത് 50 മൈനസ് 0 ഡിവൈഡഡ് ബൈ 50 പ്ലസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു 50 ബൈ 50. 1 നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് ഓരോ കേസിലും നമ്മൾ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.